और देश का बेस्ट चीफ मिनिस्टर अब तक आप किसे मानते हैं? सीएम किसी भी स्टेट का। चीफ मिनिस्टर पर तो कुछ कहा नहीं जा सकता है। मुश्किल है सौरभ? कोई तो होगा जो पसंद होगा आपको, यार इस आदमी ने बड़ा अच्छा काम किया अपने स्टेट में मुख्यमंत्री के तौर पर। नहीं, ऐसे तो कई सारे रहे। फिर मल्टीपल। हाँ तो दो चार नाम ले सकते हैं, दो चार नाम ले सकते हैं अगर। जैसे तमिलनाडु के सीएम कौन थे अभी? स्टालिन। एमके स्टालिन। इकोनॉमी काफी अच्छी करी थी उन्होंने, ठीक है, वो एक हो गए। पिनाराई विजयन ने केरला में एजुकेशन मॉडल, हेल्थ केयर मॉडल काफी अच्छा किया था। दिल्ली में अरविंद केजरीवाल जी ने भी काफी अच्छा काम किया था स्कूल और हेल्थ केयर का। तो कई सारे, आई बी ऑनेस्ट, मतलब क्या है, अच्छा काम किया यार। പാർട്ടികളുടെ തലവൻ അഭിജിത്ത് ദീപ്ഖയുടെ വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടില്ലേ നാട്ടുകാരെ? പറയുന്ന പറച്ചിലെന്ന് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തുകൊണ്ട് അഭിജിത്ത് ദീപ്ഖെ. ആരൊക്കെയാണ് അവർ? സ്റ്റാലിൻ, കെജ്രിവാൾ, പിണറായി വിജയൻ. അമ്പട കേമാ, നീ ആള് കൊള്ളാലോ. അങ്ങനെ തെളിയിച്ചു ആളൊരു സകലകലാ വല്ലഭനാണെന്ന്. എടേ അഭിജിത്ത് ദീപ്കെ തെരഞ്ഞെടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിമാരെ കണ്ടോ? കേരളത്തിലെ പിണറായി വിജയൻ, തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, ഡൽഹിയിലെ കെജ്രിവാൾ. എന്നാൽ ഈ മൂന്ന് വമ്പന്മാർ ഇപ്പോൾ എവിടെയാണ്? മുഖ്യമന്ത്രിമാർ എവിടെയാണ്? ഇവരുടെയൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം എവിടെയാണ്? പിണറായി വിജയൻ ഇപ്പോ പ്രതിപക്ഷ നേതാവായി മാറി. എം.കെ. സ്റ്റാലിൻ ഇപ്പോ മുഖ്യമന്ത്രി പോയിട്ട് MLA പോലും അല്ലാതായി. കെജ്രിവാളിനെ ആണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തൂത്തെറിഞ്ഞു. എന്താ പറയാ അല്ലേ? ഇടി ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ ഇവനുണ്ടല്ലോ, ഇവ ഓരോ ദിവസം കഴിയും തോറും സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുക അങ്ങേയറ്റം. അതായത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ പോയിട്ട് അവർ വലിച്ചു കീറുകയാണ് ഈ വ്യക്തിയെ സത്യം പറഞ്ഞാൽ. കാരണം ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് നല്ല രീതിയിൽ പിഴിഞ്ഞ് പുറത്തെടുക്കുന്ന തരത്തിലോട്ട് ഇപ്പൊ ദേശീയ മാധ്യമത്തിലെ ഓരോ ഇന്റർവ്യൂവിലും കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന പേരുകളൊന്നും നോക്കണേ. പിണറായി വിജയൻ, സ്റ്റാലിൻ, കെജ്രിവാൾ, ഇവരൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ അവരുടെ സ്റ്റേറ്റുകളിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ജനങ്ങൾ അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ നൽകിയിട്ട് അവരെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അവരുടെ പാർട്ടി ഭരണവും ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്തൊരു പൊട്ടനാണ് ഈ സത്യം പറഞ്ഞാൽ. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയുന്നതിന് ഒരു പരിധിയില്ലേ? ഇവർ ഇത്രയും വലിയ നല്ല കാര്യങ്ങൾ ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ഇപ്പോഴും അവിടെ തുടരേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ? ഇവരൊക്കെ ഇപ്പൊ എവിടെയാ? അല്ലെ എവിടെയാ അഭിജിത്ത് ദീപ്കെ? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ജാതി പൊട്ടത്തരങ്ങളൊന്നും ദയവ് ചെയ്ത് വിളിച്ച് പറയരുത്. കാരണം നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും ഇപ്പൊ നാട്ടുകാർക്കിടയിൽ എന്താ പറയാ വലിയ തോതിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ 100% വ്യക്തമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, BJP എന്ന ആ ഒരു വിരോധം, BJP വിരോധി എന്നുള്ള ആ ഒരു ഇതാണ്. കാരണം BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ഇവന് നോട്ടമുള്ളൂ, അല്ലെങ്കിൽ ഇവന്റെ ചെവി കേൾക്കത്തുള്ളൂ, ഇവന്റെ കാഴ്ച അവിടേക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി പ്രതിപക്ഷം ഭരിക്കുന്ന സ്റ്റേറ്റുകളിലോ കാര്യങ്ങളിലോ ഒന്നും തന്നെ ഇവന്റെ കണ്ണെത്തത്തില്ല, ഇവന്റെ കാതെത്തില്ല, ഇവന് സംസാരിക്കാനായിട്ട് വോയിസും ഇല്ല. ഇതിൽ നിന്ന് തന്നെ പച്ചയായി വ്യക്തമാണ്. കാരണം ഈ പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ഒരു ചുക്കും ചുണ്ണാമ്പോ ഒന്നുമല്ല. തനി രാഷ്ട്രീയം, പച്ചയായ രാഷ്ട്രീയമാണ് ഇവന്റെ ഉള്ളിലുള്ളത് എന്നുള്ളതും അത് BJP വിരോധമാണ്, പ്രതിപക്ഷത്തിന്റെ ഒരു ചട്ടുകമാണ് ഈ വ്യക്തി എന്നുള്ളത് 100% വ്യക്തമാണ്. അതിപ്പോ ഓരോ ദിവസം കഴിയുന്ന നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഡൽഹിയിൽ കിടന്ന് കോര എന്തൊക്കെയോ കിടന്ന് കാണിച്ച് കൂട്ടിയല്ലോ. എന്നിട്ട് ഈ അതേ വിദ്യാർത്ഥികൾ തന്നെ ജാർഖണ്ഡിൽ സമരം ചെയ്തപ്പോഴത്തേക്ക് എവിടെ പോയി ഈ അഭിജിത്ത് ദീപ്കെയൊക്കെ തന്നെ? എന്നിട്ട് ആ സമരം വിജയിക്കാതിരുന്നു ജാർഖണ്ഡിൽ വളരെ എന്താ പറയാ നല്ല രീതിക്ക് ആ സമരം വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ ഈ പറഞ്ഞ രീതിയിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടുത്തെ സമരക്കാർ ഉണ്ടാക്കിയില്ലായിരുന്നല്ലോ. അവർ എന്നിട്ട് ആ സമരം വിജയിച്ചല്ലോ. അതാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത് നേരായ വഴിയിൽ കൂടെ നേടിയെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് അറിയാം. അതിന് ഈ പറഞ്ഞ രീതി അഭിജിത്ത് ദീപ്കെ എന്നുള്ള വളഞ്ഞ വഴിയൊന്നും തന്നെ ആർക്കും വേണ്ട ശരിക്കും പറഞ്ഞാൽ. ഇവൻ എന്തുകൊണ്ട് പഞ്ചാബിൽ പോയില്ല ശരിക്കും പറഞ്ഞാൽ? പഞ്ചാബിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കണം അവിടെ തിരിഞ്ഞു നോക്കിയോ? കേരളത്തിൽ എന്തേ നോട്ടം ഇല്ലേ? അറിയാൻ മേലഞ്ഞിട്ട് പോയി. അപ്പോൾ ഇവന്റെ ഈ പറഞ്ഞ രീതിയിൽ കെജ്രിവാൾ AAPയുടെ സ്വന്തം ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ കെജ്രിവാളിനെതിരെയോ ഈ പറയുന്ന രീതിയിൽ പഞ്ചാബിൽ ഭരിക്കുന്നത് AAP ആണല്ലോ. അവിടേക്കോ ഒന്നും തന്നെ കാതും കണ്ണും വായു നിർത്തില്ല. എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും അയ്യോ ഗോദി മീഡിയ. ഇത് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരെ എന്താ പറയുക, സ്കിപ്പായി പോകാനായിട്ട് നോക്കുവാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴത്തേക്ക് മിണ്ടാട്ടമില്ല, വായിക്കാത്ത മിണ്ടാട്ടമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാ ഓരോ ദിവസം കഴിയുന്നവർ പുള്ളിക്കാരെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം
അത്രയ്ക്കും ജനങ്ങളിൽ അത്രയ്ക്കും സ്റ്റുഡൻസിന് ആ ഒരു തരത്തിലുള്ള ഒരു ഇതുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നതിന്റെ പാർട്ടി നോക്കാതെ പ്രതിപക്ഷം ഭരിക്കുന്ന ഇതെന്നോ ഭരണപക്ഷം BJP ഭരിക്കുന്ന ഇതെന്നോ നോക്കാതെ എല്ലായിടത്തും ഇടപെടാനായിട്ടുള്ള ഒരു ഇത് വേണം. ഇതൊന്നുമല്ല, ഇത് പക്ക രാഷ്ട്രീയം എന്ന് വെച്ചാൽ പക്ക രാഷ്ട്രീയം. അത് ഓരോ ദിവസം കഴിയുന്നവരും നല്ല വ്യക്തമായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വ്യക്തി പറഞ്ഞ ഈ 3 മുഖ്യമന്ത്രിമാരുടെ പേരെന്ന് പറയുന്നത്. ഈ 3 മുഖ്യമന്ത്രിമാർ വളരെ നല്ല രീതിയിലുള്ള ഭരണം നടത്തിയത് കൊണ്ടാണ് ഇവരിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് കേരളത്തിനത്, തമിഴ്നാട്ടിലത്, ഈ പറഞ്ഞ രീതിയിൽ കെജ്രിവാൾ ഡൽഹിയിലത്, എന്നിട്ട് എവിടെ പോയി ഈ 3 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ എവിടെ പോയി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ ദേശീയ കേരളത്തിലെ കുറേ മാപ്രകളെ ഇവൻ പറയുന്ന ചക്കൻ ചുണ്ണാമ്പും ഒക്കെ തന്നെ പൊക്കി പിടിച്ചോ, അയ്യോ എന്തോ സംഭവിക്കാൻ പോകുന്നു, CJP ഇതായി ഇളകി മറിഞ്ഞ് എന്തോ അതായി ഇതായി മറ്റതായി മറിച്ചതായി ഇതാ ഇപ്പൊ എന്തോ BJP പിടിച്ചെങ്കിൽ താഴെ കുലുക്കി ഇടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ തള്ളലാണ് ഇവിടുത്തെ മാപ്രകൾ. അവിടെ ദേശീയ മാധ്യമങ്ങൾ ഈ പറയുന്ന അഭിജിത്ത് എടുത്തിട്ട് ഒന്ന് ഉടുക്കുവാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് പറഞ്ഞാൽ വലിച്ച് കീറുവാണ്. ഓരോ ദിവസം കഴിയുന്നതും പുള്ളിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ച് ജനങ്ങളെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് ദേശീയ മാധ്യമങ്ങൾ കാര്യങ്ങൾ മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കാരണം പ്രതിപക്ഷത്തിന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് AAPയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലോട്ട് മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തി.